എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് നേരിട്ട് അഡ്മിഷൻ നടത്തുന്നു. അപ്പോൾ നാളെ, അതായത് ഓഗസ്റ്റ് 30-ാം തീയതിയാണ് വിവിധ കോളേജുകളിൽ വെച്ച് കോളേജ് ലെവൽ സ്പോട്ട് അഡ്മിഷൻ കേരള യൂണിവേഴ്സിറ്റി നടത്തുന്നത്. admissions.keralauniversity.ac.in/fyugp 2024/index.php എന്നുള്ള പേജ് വഴി നിങ്ങൾക്ക് വേക്കൻസി പൊസിഷൻ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. വേക്കൻസി അറിയാനായിട്ട് വേക്കൻസി പൊസിഷൻ ആസ് ഓൺ 27/2024 ക്ലിക്ക് ഹിയർ എന്നുള്ള ഭാഗത്തുള്ള ക്ലിക്ക് ഹിയറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ കോളേജിലും എത്ര വീതം വേക്കൻസി ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ജനറൽ കാറ്റഗറിയിൽ ഓരോ കോഴ്സിലും എത്ര വീതം വേക്കൻസി ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ റിസർവേഷനിൽ ഉണ്ടായിരുന്ന സീറ്റുകൾ മുഴുവൻ ഇപ്പോൾ ജനറൽ കാറ്റഗറിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള അവർക്ക് എത്ര സീറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട സീറ്റ് 0 ബാക്കി സീറ്റൊക്കെ ജനറലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഓരോ കോളേജിലും ജനറൽ കാറ്റഗറിയിൽ എത്ര വീതം സീറ്റാണ് ഉള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സിൽ ഏത് കോളേജുകളിലാണ് അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്നത് അതത് കോളേജുകളിൽ വിദ്യാർത്ഥികൾ നേരിട്ട് പോവേണ്ടതായിട്ട് വരും. ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് തന്നെയാണ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് 2 കോളേജുകളിൽ ഇതിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരാളെ നിങ്ങൾ അയക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ വേക്കൻസി കൃത്യമായിട്ട് പരിശോധിക്കുക. അപ്പോൾ ഈ ഒരു വേക്കൻസി പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കുക. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻ പ്രകാരം 1-ാം വർഷ ബിരുദ പ്രവേശനം 2024 ഗവൺമെൻറ് എയ്ഡഡ് ശാസ്ത്രീയ UIT IHRD കോളേജുകളിൽ കോളേജ് ലെവൽ സ്പോട്ട് അഡ്മിഷൻ അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് 30-ാം തീയതി എന്നാണ് നൽകിയിട്ടുള്ളത്. കേരള സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് അതുപോലെ തന്നെ എയ്ഡഡ് ശാസ്ത്രീയ UIT അതുപോലെ IHRD കോളേജുകളിലെ 1-ാം വർഷ ബിരുദ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് കോളേജ് തലത്തിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് 30-ാം തീയതി അതത് കോളേജിൽ വെച്ച് നടക്കുകയാണ്. കോളേജുകൾക്കുള്ള നിർദ്ദേശങ്ങൾ: നിലവിൽ കോളേജുകളിൽ അഡ്മിഷൻ ഉള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല. വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളോ രാവിലെ 10 മണിക്ക് മുമ്പായിട്ട് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കോളേജിൽ ഹാജരാവേണ്ടതാണ്. ഈ ഒരു സമയം കഴിഞ്ഞ് വരുന്നവരെ ഒരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. അതായത് നിങ്ങൾക്കിപ്പോൾ 2 കോളേജിൽ അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കോളേജിൽ നിങ്ങളുടെ രക്ഷിതാവിനെ അയക്കുക, ഒരു കോളേജിൽ നിങ്ങൾ പോവുക. നിങ്ങൾ പോകുമ്പോൾ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് എടുത്തു പോവുക. നിങ്ങളുടെ രക്ഷിതാവിനെ അയക്കുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ഡോക്യുമെൻസിൻ്റെ ഒക്കെ കോപ്പി കൂടി അവരുടെ കയ്യിൽ നൽകുക. അപ്പോൾ അതിനുശേഷം ഒന്നിലധികം കോളേജുകളിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന പക്ഷം വിദ്യാർത്ഥികൾക്ക് രക്ഷകർത്താവ് അല്ലെങ്കിൽ പ്രതിനിധിയുടെ സഹായം ഉപയോഗിക്കാവുന്നതാണ്. രക്ഷകർത്താവ് അല്ലെങ്കിൽ പ്രതിനിധിയാണ് ഹാജരാകുന്നതെങ്കിൽ വിദ്യാർത്ഥി ഒപ്പിട്ട സാക്ഷ്യപത്രം നിർബന്ധമായിട്ടും ഹാജരാക്കണം. സാക്ഷ്യപത്രം എന്ന് പറയുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറിൽ, അതായത് നിങ്ങളുടെ പേരിൽ നിന്ന് ഞാൻ ആപ്ലിക്കേഷൻ നമ്പറിൽ അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കോളേജിൽ ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് എൻ്റെ രക്ഷിതാവിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ പ്രതിനിധി ആയിട്ടുള്ള, അതായത് അവരുടെ പേര് എഴുതിയ ശേഷം അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് എഴുതുകയും അതിനുശേഷം അതിൽ നിങ്ങളുടെ സിഗ്നേച്ചർ ഇട്ട് അതും നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും അതുപോലെ ഡോക്യുമെൻസിൻ്റെ ഒക്കെ കോപ്പിയും നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുത്ത് കൊടുത്തയക്കുക. അപ്പോൾ സ്പോട്ട് അഡ്മിഷന് ഹാജരാകുന്ന വിദ്യാർത്ഥികളുടെ അപേക്ഷാ നമ്പർ അന്നേ ദിവസം 11 മണിക്ക് മുമ്പായിട്ട് സർവകലാശാല നൽകുന്ന ലിങ്ക് വഴി രജിസ്ട്രേഷൻ ചെയ്യണം. ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് സർവകലാശാല അഡ്മിഷൻ പോർട്ടൽ വഴി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പ്രസ്തുത റാങ്ക് ലിസ്റ്റ് കോളേജ് പോർട്ടലിൽ നിന്നും പ്രിൻ്റ് എടുത്ത് പ്രിൻസിപ്പാളിൻ്റെ ഒപ്പോടുകൂടി അഡ്മിഷൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് കോളേജ് നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കേണ്ടതാണ്. കോളേജുകളിൽ നിലവിലുള്ള ഒഴിവുകളോ അതുപോലെ റാങ്ക് ലിസ്റ്റോ അവസാനിക്കുന്നത് വരെ അന്നേ ദിവസം തന്നെ അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ്. അതായത് കോളേജിൽ നിലവിലുള്ള ഒഴിവുകൾ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത് വരെ അന്നേ ദിവസം വന്നിട്ടുള്ള വിദ്യാർത്ഥികളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഒരു അഡ്മിഷൻ നടപടികൾ പൂർത്തീകരിക്കണം. അതുപോലെ അഡ്മിഷൻ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് പ്രിൻസിപ്പാളിൻ്റെ ഒപ്പോടുകൂടി സർവകലാശാലയ്ക്ക് അയച്ചു നൽകണം. ഇത് കോളേജിനുള്ള നിർദ്ദേശങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിലുള്ളത്. അതുപോലെ ഒരു കോളേജിൽ അഡ്മിഷനായിട്ട് വരുന്ന വിദ്യാർത്ഥികളിൽ പ്രസ്തുത കോളേജ് കോഴ്സ് പ്രൊഫൈലിൽ അപേക്ഷിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കായിരിക്കും പ്രഥമ പരിഗണന. അതുപോലെ തന്നെ കോളേജ് കോഴ്സ് ഓപ്ഷൻ നൽകിയവരുടെ അഭാവത്തിൽ മറ്റ് കുട്ടികളെയും പരിഗണിക്കാവുന്നതാണ്. ഓരോ കോളേജിലും നിലവിലുള്ള വേക്കൻസി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. പ്രസ്തുത വേക്കൻസിയിലേക്ക് മാത്രമായിരിക്കും അഡ്മിഷൻ നടത്തുന്നത്. നിലവിൽ യൂണിവേഴ്സിറ്റി ഫീസ് അടക്കാത്തവർ
ഈ ഒരു അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീസ് ഇനത്തിൽ SC/ST വിഭാഗങ്ങൾക്ക് 930 രൂപ, ജനറൽ മറ്റ് സംവരണ വിഭാഗക്കാർക്ക് 1850 രൂപയാണ് അടക്കേണ്ടി വരിക. അതുപോലെ ഫീസ് അടക്കാനുള്ള ലിങ്ക് കോളേജ് പോർട്ടൽ വഴി കുട്ടികളുടെ പ്രൊഫൈലിൽ ആക്റ്റീവാക്കി നൽകേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് ഫീസ് അടക്കണമെങ്കിൽ അത് കോളേജിൽ നിന്ന് ഒരു കോളേജ് പ്രൊഫൈൽ വഴി നിങ്ങൾക്കത് ആക്റ്റീവാക്കി തരും. അതുപോലെ ഇൻഡെക്സ് മാർക്ക് പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ കൊടുത്ത് അലോട്ട്മെൻറ്റ് മെമ്മോ നൽകേണ്ടതാണ്. അത് കോളേജിലെ പ്രിൻസിപ്പാളിനായിരിക്കും ഈ ഒരു അഡ്മിഷൻ നടപടിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം. നിലവിൽ സർവകലാശാല അഡ്മിഷൻ പോർട്ടലിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലാത്തവരെ റാങ്ക് ലിസ്റ്റിൽ വിദ്യാർത്ഥികളുടെ അഭാവത്തിൽ സീറ്റ് ഒഴിവുള്ള പക്ഷം അഡ്മിഷൻ പോർട്ടലിൽ മാനേജ്മെൻറ്റ് കോട്ട ലിങ്ക് വഴി രജിസ്ട്രേഷൻ നടത്തി അലോട്ട്മെൻറ്റിൽ പങ്കെടുപ്പിക്കാവുന്നതാണ്. ഒഴിവുകൾ നിലനിൽക്കുന്ന പക്ഷം 31-നും കോളേജിൽ ഹാജരായിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിബന്ധന നൽകിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പരിശോധിച്ച് നിങ്ങൾക്ക് വേക്കൻസി നോക്കിയിട്ട് കൃത്യമായിട്ട് അഡ്മിഷൻ നേടുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെയും പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നാളേക്ക് ശേഷം പിന്നീടും വേക്കൻസി ഉണ്ടാവുകയാണെങ്കിൽ 31-ാം തീയതിയും വേക്കൻസി ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.